അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് പൗരത്വം ലഭിക്കുന്ന രീതി യു.എസ്. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതോടെ ഡൊണാൾഡ് ട്രംപ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അധികാരത്തിലേറിയാൽ ഉടൻ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കുക എന്നതാണ് ഇതുകൊണ്ട് ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത്. ജനനത്തിലൂടെ പൗരത്വം ലഭിക്കുന്നത് അവസാനിപ്പിക്കുമെന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമായിരുന്നു. ട്രംപ് നിയമം മരവിപ്പിക്കുന്നതുവരെ നിയമപ്രകാരം അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് യു.എസ്. പൗരത്വം ലഭിക്കുമായിരുന്നു. രാജ്യത്ത് നിയമവിരുദ്ധമായി കഴിയുന്ന മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾക്കും ടൂറിസ്റ്റ്, സ്റ്റുഡന്റ് വിസ പോലുള്ള താൽക്കാലിക വിസയിലെത്തി യു.എസിൽ താമസിക്കുന്നവരുടെ കുട്ടികൾക്കും ഈ ആനുകൂല്യമുണ്ടായിരുന്നു. നിയമവിരുദ്ധമായി യു.എസിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത് ബാധകമാകൂ എന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ പുതിയ നിയമം നിയമപരമായ കുടിയേറ്റക്കാരെയും ബാധിക്കും. തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന 10 ലക്ഷത്തോളം ഇന്ത്യക്കാരെയാണ് ട്രംപിന്റെ ഈ നീക്കം ബാധിക്കുന്നത്. പുതിയ എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിച്ച് വർക്ക് വിസ, H-1B, L-1 അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ പോലെ നിയമപരമായി താൽക്കാലികമായി ഇവിടെയുള്ള മാതാപിതാക്കൾക്ക് യു.എസിൽ ഒരു കുട്ടി ജനിച്ചാൽ കുട്ടിക്ക് സ്വയമേവ യു.എസ്. പൗരത്വം ലഭിക്കില്ല. അമ്മ H-1B, L-1 പോലുള്ള വർക്ക് വിസയിലുള്ള ആളാണെങ്കിൽ അച്ഛൻ യു.എസ്. പൗരത്വമോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡോ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ കുട്ടികൾക്ക് യു.എസ്. പൗരത്വം ലഭിക്കുകയുള്ളൂ. ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇന്ത്യൻ പ്രവാസികളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ നേരത്തെ പ്രവചിച്ചിരുന്നു. ജനനം മുതൽ ഒരു കുട്ടിക്ക് സ്വയമേവ യു.എസ്. പൗരത്വം ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു രക്ഷിതാവെങ്കിലും യു.എസ്. പൗരനോ ഗ്രീൻ കാർഡ് ഉടമയോ ആയിരിക്കണമെന്നാണ് എക്സിക്യൂട്ടീവ് ഉത്തരവ് പറയുന്നത്. ഗ്രീൻ കാർഡുകൾക്കായി കാത്തിരിക്കുന്ന നിരവധി ഇന്ത്യൻ കുടുംബങ്ങളെ ഇത് ബാധിക്കും. 2022 കണക്കനുസരിച്ച് ഏകദേശം 4.8 ദശലക്ഷം ഇന്ത്യൻ അമേരിക്കക്കാർ യു.എസിൽ താമസിക്കുന്നുണ്ട്. അവരിൽ 1.6 ദശലക്ഷം പേർ യു.എസിൽ ജനിച്ചവരാണ്. 14-ാം ഭേദഗതി കാരണം അവർ സ്വയമേവ പൗരന്മാരാവുകയും ചെയ്തു. മുമ്പ് ഒരു ഇന്ത്യൻ കുടുംബത്തിലെ കുട്ടി യു.എസിൽ ജനിച്ചെങ്കിൽ കുട്ടി ഒരു യു.എസ്. പൗരനാകുമായിരുന്നു. ഇത് കുടുംബത്തിലുള്ളവർക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിന് സഹായകമാകുമായിരുന്നു. ഇനി മുതൽ യു.എസിൽ ജനിച്ച കുട്ടികൾക്ക് യു.എസ്. പൗരത്വം ലഭിക്കാത്തതുകൊണ്ട് തന്നെ 21 വയസ്സായാൽ ഈ കുട്ടി രാജ്യം വിടുകയോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ പോലുള്ള മറ്റെന്തെങ്കിലും വിസ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയോ വേണം. യു.എസിൽ ജനിച്ച എല്ലാവർക്കും സാർവത്രികമായി പൗരത്വം നൽകുന്ന തരത്തിൽ 14-ാം ഭേദഗതി ഒരിക്കലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ലെന്ന് ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യു.എസിൽ ജനിച്ചെങ്കിലും അതിൻ്റെ അധികാരപരിധിക്ക് വിധേയമല്ലാത്ത വ്യക്തികളെ ജന്മാവകാശ പൗരത്വത്തിൽ നിന്ന് അത് എപ്പോഴും ഒഴിവാക്കിയിട്ടുണ്ട്. മാതാപിതാക്കൾ സ്ഥിരതാമസക്കാരോ പൗരന്മാരോ അല്ലെങ്കിൽ യു.എസിൽ ജനിച്ചതുകൊണ്ട് മാത്രം പൗരത്വം ഉറപ്പു നൽകാൻ കഴിയില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. കുടിയേറ്റം ആഗ്രഹിക്കുന്നവർക്ക് ആശങ്കകളും അനിശ്ചിതത്വവും നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇനി മുന്നിലുള്ളത്. അതേസമയം ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ തിങ്കളാഴ്ച വൈകുന്നേരം ന്യൂ ഹാംഷെയറിൽ ഇമിഗ്രേഷൻ അഭിഭാഷകർ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 30 ദിവസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന ഈ മാറ്റം ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള യു.എസ്. നയത്തെയും യു.എസ്. ഭരണഘടനയുടെ കോടതി വ്യാഖ്യാനങ്ങളെയും തകിടം മറിക്കുന്നുവെന്നാണ് അഭിഭാഷകർ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ, NAACP, ലീഗൽ ഡിഫൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫണ്ട്, സ്റ്റേറ്റ് ഡെമോക്രസി ഡിഫൻഡേഴ്സ് ഫണ്ട്, ഏഷ്യൻ ലോ കോക്കസ് എന്നിവരാണ് കേസ് നൽകിയിരിക്കുന്നത്. ട്രംപിൻ്റെ ഉത്തരവ് കുട്ടികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവർ ഇതുവരെ അറിഞ്ഞിട്ടുള്ള ഒരേ ഒരു രാജ്യത്തു നിന്ന് നാടുകടത്തപ്പെടുമെന്ന ഭയത്തിന് ഇടയാക്കുമെന്ന് അഭിഭാഷകർ പരാതിയിൽ പറയുന്നു. അമേരിക്കൻ സമൂഹത്തിൽ ആർക്കാണ് പൂർണ്ണ അംഗത്വം ലഭിക്കേണ്ടതെന്ന് ഭരണഘടനയും കോൺഗ്രസും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ട്രംപല്ല തീരുമാനം എടുക്കേണ്ടതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്.